ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ച സംസ്ഥാനങ്ങളെപ്പോലെ ഭൂപരിഷ്കരണ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിച്ച ഒരു സംസ്ഥാനമാണ് കാശ്മീർ. അവിടെയുള്ള ജനാധിപത്യ സർക്കാരിന് ആ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മതനിരപേക്ഷതയും ഭൂപരിഷ്കരണവും മുന്നോട്ടേക്ക് വെച്ച ഒരു ഭരണ സംവിധാനമായിരുന്നു കാശ്മീരിൽ വികസിച്ച് വന്നിരുന്നത്. എന്നാൽ കാശ്മീരി ജനതയുടെ ഈ സവിശേഷതയെ അംഗീകരിക്കാതെ കേന്ദ്രത്തിലെ സർക്കാരുകൾ നടത്തിയ ഇടപെടലുകളാണ് കാശ്മീരിനെ അസ്വസ്ഥമാക്കിയത് എന്ന കാര്യം കാശ്മീരിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു മാറ്റുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത് കൂടുതൽ അസ്വസ്ഥത പകർത്താനിടയാവും എന്ന് അത്തരം നടപടികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ CPIM പറഞ്ഞിരുന്നു. പാർലമെൻറ്റിനകത്തും പുറത്തും ശക്തമായ നിലപാട് CPIM ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനം നടത്തിയ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ദി റെസിസ്റ്റൻ്റ് ഫ്രണ്ട് അഥവാ TRF എന്നാണ് വാർത്തകളിൽ കാണുന്നത്. ഈ ഭീകരവാദ നിലപാടിനെ അതിശക്തിയായിട്ട് ഈ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സംഘടന രൂപീകരിക്കുന്നതിനിടയായ സാഹചര്യം കേന്ദ്ര സർക്കാർ 2019 കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിക്കൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയുടെ പശ്ചാത്തലത്തിലാണ് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാകുക. കാശ്മീരിൻ്റെ പ്രത്യേക പദവി വീണ്ടെടുക്കുക എന്നതാണ് സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് അവർ മുന്നോട്ടേക്ക് വെച്ചു. അതിനവർ സാധാരണ മനുഷ്യർക്ക് നേരെയുള്ള ഭീകരമായ കടന്നാക്രമണത്തിലൂടെയാണ് പ്രതികരിച്ചത്. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ പറ്റാത്ത ഈ സംഭവത്തിനുള്ള കൃത്യമായ മറുപടി രാഷ്ട്രീയമായും ഭരണപരമായും നിർവഹിക്കുക തന്നെ വേണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടുതൽ മതനിരപേക്ഷ സമീപനം സ്വീകരിച്ചുകൊണ്ടും കാശ്മീരികളുടെ സംയോജനം രണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തത്. സ്വയംഭരണാവകാശത്തെ അംഗീകരിച്ചുകൊണ്ടും മാത്രമേ കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം ഗൗരവപൂർവം വിരൽ ചൂണ്ടേണ്ടതായിട്ടുണ്ട്. തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന കാശ്മീർ ജനതയുടെ ചിന്തകളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് മണ്ണൊരുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് ഈ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാം. കാശ്മീരിൽ കേന്ദ്രഭരണം വന്ന ശേഷം സമാധാനവും പുരോഗതിയുമാണ് ഉണ്ടായതെന്ന് കേന്ദ്ര സർക്കാർ അവകാശവാദം ഉന്നയിക്കുക. എന്നാൽ എന്താണ് ഉണ്ടായത് എന്ന് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം. സമാധാനപരമായൊരു അന്തരീക്ഷം ഉണ്ടായില്ല. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തകർന്നു. തൊഴിലില്ലായ്മ അതിരൂക്ഷമായിട്ട് വളർന്നു. അവിടെ 40,000 പോലീസുകാരുടെ പോസ്റ്റുകൾ ജോലി ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിച്ചവരുടെ എണ്ണം 5 ലക്ഷം പേരായിട്ട് ഉയർന്നു. കാശ്മീരി ജനതയുടെ ജീവിതത്തെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് എത്തിച്ച അവരുടെ ജനാധിപത്യം അനുവദിക്കാൻ പോലും തയ്യാറില്ലാത്ത
ഒരവസ്ഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.